വീട് മുങ്ങല്ല പടച്ചോനെ, അടുത്ത് വരെ എത്തി അള്ളാഹു, എവിടം വരെ എത്തി പടച്ചോനെ, എവിടം വരെ എത്തി പടച്ചോനെ. അതാണ് അള്ളാഹ് എല്ലായിടത്തും ടച്ച് ചെയ്തു, എവിടെയും ടച്ച് ചെയ്യാതെ പോയില്ലല്ലോ. ഒരു ചെറിയൊരു ദുരിതാശ്വാസ ക്യാമ്പെങ്കിലും നമ്മുടെ നാട്ടിൽ അള്ളാഹു തആല നൽകി. എന്തിനാ? പരീക്ഷണം മനസ്സിലാക്കാൻ വേണ്ടി. ചെറുത് വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. വലിയ വലിയ അപകടങ്ങൾ വരുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ടെസ്റ്റ് ഡോസുകൾ നൽകി അള്ളാഹു നമ്മെ അവന്റെ ദീനിലേക്ക് തിരിച്ചു വിളിക്കുകയാണ്. കഴിയുന്നവരെ, ഉറങ്ങിക്കഴിയുന്നവരെ, ഉറക്കം നടിച്ചു കഴിയുന്നവരെ, ജഗത്തിന്റെ ഉടമസ്ഥനായ നാഥന്റെ ദർബാറിലേക്ക് നിങ്ങളെ അവൻ വിളിക്കുകയാണ്. വിളിക്കുമ്പം ആരും വരൂല. നമ്മുടെ കുട്ടികളെയൊക്കെ ഉറക്കത്തിൽ നിന്ന് വിളിക്കുമ്പോഴേ തട്ടി ഉണർത്തുമ്പോ തട്ടുമ്പോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കിടക്കും. അവസാനം വന്ന് വാപ്പ വന്ന് വേളം വെച്ച കട്ടിലിന്റെ കാലൊക്കെ പിടിച്ച് കുലുക്കും, മൊത്തത്തിൽ കുലുക്കും, ഭൂമി കുലുക്കും. ഓരോരുത്തരെ പിടിക്കുന്നത്, ശിക്ഷിക്കുന്നത് അവരുടെ പാപത്തിന്റെ തോതനുസരിച്ചാണ്. നല്ലപോലെ മനസ്സിലാക്കോ. കല്യാണത്തിന് കുറച്ചുകൂടെ പടക്കം പൊട്ടിക്കണം, നല്ലതുപോലെ പൊട്ടിക്കണം. എന്റെയൊക്കെ മൂലത്തി അല്ലാഹ് നാളെ പൊട്ടിക്കും, ഉറപ്പാണ്. ഈ തന്തയുടെയും തള്ളയുടെയും പുതിയ പെണ്ണിന്റെയും പുതിയാപ്പളുടെയും ഒക്കെ പൊട്ടില്ല, വരാൻ പോന്നേ ഉള്ളൂ. കണ്ടോണം. ഇനി ഇത്രയും പ്രളയത്തിന്റെ ഇടയ്ക്ക് ഒരു വാട്സപ്പ് വന്നു കണ്ണൂര് നടക്കുന്നത്. അതിന് ഈ ആയത്തോ അതീത് ഓതിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ആ നാൾ ഇവിടെ ഇനി ഭൂമി കുലുങ്ങിയാലേ പറ്റുള്ളൂ. ചില സാലിഹ്യങ്ങളും മഹാന്മാരും ഒക്കെ ചിലപ്പോൾ ഉള്ളത് കൊണ്ടായിരിക്കും അവരുടെ ദുആയുടെ പേരിൽ രക്ഷപ്പെട്ടു പോകുന്നത്. പക്ഷേ രക്ഷ ഒന്നും പെടണ്ട. ചിലർ വിചാരിക്കും നമ്മുടെ നാട്ടിൽ ഔലിയാക്കളൊക്കെ ഉള്ളത് കൊണ്ട്, സാലിഹ്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ നമുക്ക് പേടിക്കേണ്ട ആളിയാ, നമുക്ക് എന്തു ആകാം. അവർക്കൊരു അതീത് ഇങ്ങനെ ധരിക്കുന്നവർക്ക് ഇവിടെ ഒന്നും പ്രശ്നമില്ല, ഒന്നും ഉണ്ടാവൂല. നമ്മളൊക്കെ സാലിഹീങ്ങളാണ്, നമ്മളൊക്കെ നല്ല ആരിഫീങ്ങളാണ്, നിസ്കാരമുള്ളവരാണ്, ഇബാദത്തുള്ളവരാണ് എന്നൊക്കെ നമ്മൾ ഉള്ളവർക്കാണ് കൂടുതൽ പരീക്ഷണം. അതാദ്യം മനസ്സിലാക്കും. അലിഫ് ലാം മീം അഹസിബൻ നാസ് അയ്യുത്രകൂ അയ്യഖൂലൂ ആമന്നാ വഹും ലാ يفتنون ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. ജനങ്ങളെ, നിങ്ങൾ കരുതുന്നുണ്ടോ ഞാൻ വിശ്വാസിയാണ്, ഞാൻ ഈമാനുള്ളവനാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ അള്ളാഹുവിന്റെ ഇഷ്ടദാസനാ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ലാ യുഫ്തനൂൻ, ഫിത്നകളും ഫസാദുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും നിന്നെ പിടികൂടുകയില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ കരുതുകയേ വേണ്ട സത്യവിശ്വാസികളെ. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാ വല്ലറാ. 5 നിലയുടെ ഫ്ലാറ്റിന്റെ മുകളിൽ കൂടെ ഒഴുകിയ പെരിയാറിന്റെ അടിയിലെടുത്ത് നടന്നു പോവാണ്. മുട്ടുവരെയുള്ളു വെള്ളം. എന്ത് പോക്ക ഇത് പഠിച്ച. ഉള്ളതെല്ലാം കരിഞ്ഞുപോയി, ഉള്ളതെല്ലാം നശിച്ചുപോയി. അത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്ക്. പരിശുദ്ധ ഖുർആനൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ എന്തൊക്കെയാ അല്ലാഹ് ഇതെല്ലാം ഇന്ന് കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അല്ലാഹ് ഖുർആനിൽ പറഞ്ഞ പല സംഭവങ്ങളും ഇന്ന് കേരളത്തിൽ നടന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു ശിക്ഷകൾ ഇറക്കിയത് മുഴുവനും നമ്മളിന്ന് കണ്ടു. പല പല വീടുകളുടെ മേലാപ്പ്, പല പല വീടുകളുടെ മുകൾ ഭാഗം എല്ലാം താണ് കിടക്കുന്നത് നമ്മൾ കണ്ടില്ലേ പോയി കണ്ടില്ലേ? ഇടുക്കിയിൽ ജില്ലയിൽ പോകാത്ത എന്ത്? എറണാകുളം ജില്ലയൊക്കെ പോയി പരിശോധിക്കാത്ത എന്ത്? ഇടയ്ക്ക് പോകണം. അല്ലാഹ് പറഞ്ഞ വാക്ക പോകാൻ. അബൂബക്കറല്ല പറഞ്ഞത്, അല്ലാഹ് പറഞ്ഞ ഓതിത്തരാ. فكأي من قرية أهلكناها فهي ظالمة وهي خاوية على عروشها وبئر معطلة وقصر مشيد.
എത്രയെത്ര നാടുകളാ, എത്രയെത്ര ഗ്രാമങ്ങളാണ്, എത്രയെത്ര ആ നാട്ടുകാര് അഹങ്കാരികളും തെമ്മാടികളുമായതിന്റെ പേരിൽ ആ നാടിനെ നാം നശിപ്പിച്ചത്. അവർ അക്രമകാരികളായിരുന്നു, അവർ അഹങ്കാരികളായിരുന്നു, അവർ ധിക്കാരികളായിരുന്നു. പരിശുദ്ധ ഖുർആൻ അക്രമികളായ നാടുകളെയൊക്കെ അല്ലാഹു തആല ശിക്ഷിച്ചു, പരീക്ഷിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ? ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ. നിങ്ങൾ അവരുടെ പരിസരത്തൂടെ സഞ്ചരിച്ചു നോക്കണേ. അവർ താമസിച്ച വീടിന്റെ മേലാപ്പ് അവരുടെ മേലേക്ക് വന്ന് പതിച്ചു കിടക്കുകയാണ്. എല്ലാം അതേപോലെ താന്ന് കിടക്കുന്നു. കണ്ടില്ലേ കേരളത്തിൽ ഇത്ര വീടിന്റെ മുകൾ ഭാഗം കോൺക്രീറ്റ് എല്ലാം താഴേക്ക് വന്ന് കിടക്കാണ്. ഇത്ര വീടുകൾ അല്ലാഹു തആല പറഞ്ഞ മക്കൾ. എന്നിട്ടോ വെള്ളം കോരി കുടിച്ചുകൊണ്ടിരുന്ന ശുദ്ധജലം, സുഗതമായ ശുദ്ധമായ പാനീയം കുടിച്ചുകൊണ്ടിരുന്ന കിണർ മാലിന്യമായി, ഉപയോഗശൂന്യമായി, ചെളി കൊണ്ട് നിറഞ്ഞു, അഴുക്ക് കൊണ്ട് നിറഞ്ഞു. എത്രയെത്ര ഉപയോഗശൂന്യമായ ചെളി കൊണ്ട് നിറഞ്ഞ, അഴുക്കുകൾ കൊണ്ട് നിറഞ്ഞ കിണറുകൾ കാണണോ? ആ ഗ്രാമവീഥികളിലൂടെ നിങ്ങളൊന്ന് യാത്ര ചെയ്യണേ. ഖുർആൻ കേരളത്തിൽ പോയാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല പണ്ട് ഖുർആനിൽ അവിടെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും ഇന്ന് കേരളത്തിലൂടെ നിങ്ങൾ പോയാൽ മതി, നിങ്ങൾക്ക് കാണാന്നാ പറഞ്ഞത്. വെള്ളം കോരി കുടിച്ചുകൊണ്ടിരുന്ന കിണർ മൊത്തം അഴുക്കായി. ഇവിടുന്ന് കേരളത്തിൽ, നമ്മുടെ ഈ തെക്കൻ കേരളത്തിൽ എത്രയോ പേര് വടക്കൻ കേരളത്തിലോട്ട് പോയി കിണർ ശുദ്ധിയാക്കാൻ വേണ്ടി പോയി. ചെങ്ങന്നൂര് പോയി, ബാവേലിക്കര പോയി, എറണാകുളത്ത് പോയി, ആലുവയിൽ പോയി, ചാലക്കുടിയിൽ പോയി കിണർ ശുദ്ധിയാക്കാൻ. അല്ലാഹു പറഞ്ഞ വാക്കാ അഴുക്ക് കൊണ്ട് നിറഞ്ഞ കിണറുകൾ. ബഹുനില കെട്ടിടങ്ങളെല്ലാം തകർന്നു കിടക്കുന്നത്, അതിന്റെ യഥാസ്ഥാനത്ത് നിന്ന് അസ്ഥാനത്തേക്ക് മാറി നിൽക്കുന്നത് നിങ്ങൾ അതിലൂടെ യാത്ര ചെയ്താൽ കാണാം. അടിമാലി ടൗണിൽ നിങ്ങൾ പോയാൽ മതി. കേരളത്തിലാ, നമ്മുടെ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു 140-70 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അടിമാലിയിലെ 2 നില കെട്ടിടം തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. പോയി നോക്കിക്കോ. ഇതൊക്കെ ഞാൻ പോയി കണ്ടു. ഈ ആയത്തൊക്കെ ഓർമ്മ വന്നത് അല്ലാഹ് പറഞ്ഞതാ, പോയി നോക്കാം. നമ്മൾ സർക്കാർ പറഞ്ഞിട്ട് സർക്കാർ പോകണ്ടെന്നാ പറയുന്നത്. അല്ലാഹ് പറഞ്ഞു നോക്കോ പോകാൻ, അതല്ലേ നമ്മൾ കേൾക്കേണ്ടത്. എന്താ അല്ലാഹ് പറഞ്ഞത്? أفلم يسيروا في الأرض فتكون لهم قلوب يعقلون بها أو آذان يسمعون بها فإنها لا تعمى الأبصار ولكن تعمى القلوب. ഓരത്തിതാ സംഭവിച്ചിരിക്കുകയാ. അതിന്റെ വീതിയിലൂടെ നീയൊന്ന് നടന്ന് ചെല്ലണേ. ആ നാട്ടിലൂടെ അവർ സഞ്ചരിച്ചാൽ അവർക്ക് ചിന്തിക്കാൻ ഉതകുന്ന ഹൃദയങ്ങൾ ഉണ്ടാകുമത്രേ. ആരും പിടിക്കല്ലേ. പിന്നെ ഇതിനോടൊക്കെ വേദം ഓതിട്ട് വല്ല കാര്യമുണ്ടോ? പണ്ടൊക്കെ ചെറുപ്പക്കാർ കുട്ടികളെ ഒളിച്ചോടുന്നത്, എന്നാലും പിന്നെ പ്രശ്നമില്ലെന്ന് വെക്കുക. ഇത് 4-5 മക്കളുള്ള സാധനം. ഇതിനൊക്കെ ഇപ്പോഴാണ് ഇളക്കം പിടിക്കുന്നത്. അല്ലാഹു അഅലം സംഭവം. 4 മക്കൾ 5 മക്കളൊക്കെ ഉള്ള സാധനം ഇന്നലെ 4 മക്കളുള്ള ഒളിച്ചോടി ഇല്ല ഉസ്താദേ. ഇതിപ്പോ എന്തോ ഒരു ഫാഷനാന്ന് തോന്നി. ഒരു ഫാഷനാണ്. അവള് മുയിലായിരായിപ്പോയി. അല്ലെങ്കിൽ ഒന്ന് ഓടി നോക്കാറുണ്ട് എന്താ ഇതിന്റെ സിസ്റ്റം എന്നുള്ളത്. പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ആരെല്ലാം എവിടെ വെച്ച് പിടിച്ചാൽ പറയാം, ഇല്ലപ്പ പ്രസംഗിക്കാൻ വേണ്ടി ഒന്ന് ഓടി നോക്കിയതാ. അതാണ് ഇപ്പൊ പിന്നെ അനുവാദം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പൊ ഇനി പ്രശ്നമില്ല. അതിന്റെ അതീതൊക്കെ പറഞ്ഞുതരാം. ചുമ്മാ അല്ല കുലുക്കാൻ തുടങ്ങിയതല്ല. കുലുക്ക ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. എല്ലാത്തിനും ഇപ്പൊ അനുവാദം കിട്ടിയത് കൊണ്ട് ഇപ്പൊ പ്രശ്നമില്ല. ഇപ്പൊ ആർക്കും ഒന്നും ചോദിക്കാൻ പറ്റൂല. ഇനി ഇപ്പം പൂട്ട് കണ്ടുപിടിക്കണം. പെണ്ണുമ്പിള്ളെ ആൺപിള്ളയൊക്കെ പൂട്ടിയിട്ടിട്ട് പോകാൻ പറ്റും. കാരണം അതിന് രക്ഷയില്ല. എല്ലാം അനുവാദം കിട്ടി, തുറന്ന സമ്മതം കിട്ടി. അത് അനുവാദം കിട്ടുമെന്ന് ഹദീസ് നബീന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 35 പാക്കറ്റ് റെഡിയാക്കി വെച്ചോ, പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇതെല്ലാം നിന്നു പോകും സംഭവം. ബഹുമാനമുള്ള സഹോദരൻ, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ അല്ലാഹ് പറഞ്ഞെന്താ? പോയി നോക്കണം.
ഈ നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കണം കേട്ടോ. ഈ കെട്ടിടം മാറി നിൽക്കുന്നത്, ഈ അഴുക്ക് കിണറുകള്, വീടിന്റെ ഒക്കെ സമുച്ചയമൊക്കെ താഴെ വീണ് ഇടിഞ്ഞു കിടക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ പോയി നോക്കണം. അപ്പൊ ചിന്തിക്കാൻ നിങ്ങൾക്ക് ഒരു ഹൃദയം ഉണ്ടാകും. ഇതിനെ കുറിച്ചൊക്കെ ഓരോരുത്തർ പറയുമ്പോൾ നമുക്ക് കേട്ടാൽ പടച്ചവൻ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, അതിനെ കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാകും അത് കേൾക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ വാക്കാണ്. പക്ഷെ എന്ത് ചെയ്യാൻ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പക്ഷെ എന്ത് ചെയ്യാൻ? ഇവരെ ഇതൊക്കെ പോയി കണ്ടിട്ട് ഇവരുടെ കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചത്, ഇവരുടെ കൽബുകൾക്കാണ് അന്ധത ബാധിച്ചത്. ഇതെല്ലാം പോയി കണ്ടു. അതല്ലേ പോയി കണ്ടിട്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ പോയപ്പോഴും അവിടെയും ഡാൻസ്, അവിടെയും ഒപ്പന, അവിടെയും പാട്ട്. അതാ അല്ലാഹ് പറഞ്ഞത്, നിങ്ങളുടെ കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചത്, നിങ്ങളുടെ കൽബിലുള്ള കണ്ണുണ്ടല്ലോ, ആ കണ്ണടഞ്ഞു പോയാൽ പിന്നെ അള്ളാന്റെ എന്ത് ദൃഷ്ടാന്തങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ഒരു മനുഷ്യന് 4 കണ്ണുണ്ട്. ലികുല്ലി ഇൻസാനിൻ 4 അഅ്യുനി. ഓരോ മനുഷ്യർക്ക് 2 കണ്ണ് അവന്റെ തലയിലാണ്, അവന്റെ മുഖത്താണ് 2 കണ്ണ്. സൈഡിലെ വര, സൈഡിൽ 2 വര കണ്ടുണ്ടോ? 3-4 വര കണ്ടുണ്ടോ? എടുത്തു വെച്ച് നോക്കണം. ആ രൂപയുടെ സൈഡിൽ വരയുണ്ട്, അത് ഇവർക്കാണ്. ഇത് എത്ര രൂപയാണ്? എത്ര രൂപയാണ്? നമ്മുടെ മൊബൈൽ ഫോണിന്റെ നടുക്ക് ഒരു മുഴയുണ്ട്, ഒരു ചെറിയ ഒരു മുഴ. അതെന്തിനാണ്? അത് മനസ്സിലാക്കിയിട്ടാണ് ഈ നമ്മൾ നമ്പർ കറക്കുന്നത്. നിനക്ക് ഓരോന്നിനും ഓരോ എംബ്ലമുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് മുഖത്തുള്ള കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല, കൽബ് നഷ്ടപ്പെടരുത്. ആ കൽബിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ പിന്നെ അള്ളാന്റെ എന്ത് ദൃഷ്ടാന്തവും നിന്റെ മുന്നിൽ വില പോവുകയില്ല. അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വെച്ചവരുടെ അടയാളമാണ്. അവരെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത്, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം അനൂ യക്സിബൂൻ. അതിങ്ങനെ ദിവസം തോറും പോയി ഇങ്ങനെ മാന്തി പറിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വിള്ളൽ ഉണ്ടാകും. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ 2 വിരൽ ഇങ്ങനെ വൃത്താകൃതിയിൽ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, മിസ്ല ഹാദിഹി വഹല്ലക ബൈന ഇസ്ബഅയിൽ ഇബ്ഹാം വല്ലതി തലിഹാ. തള്ളവിരലും ചൂണ്ടുവിരലും തള്ളവിരലും ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സമൂഹമാണ് സഹാബ ആ മതിൽക്കെട്ടിന് ഇരിക്കുന്നതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ സംഭവം ഇതാ വരാൻ പോകുന്നു, അത് ഇത്രത്തോളം തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഉടനെ അടുത്തിരുന്ന പ്രിയപ്പെട്ട പത്നി സൈനബ റളിയല്ലാഹു അൻഹാ നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, അനുഹ്ലക് വഫീന സാലിഹൂൻ. നമ്മുടെ നാട്ടിലെ സാലിഹീങ്ങളും ഔലിയാക്കളും ആരിഫീങ്ങളും മഹാന്മാരും ജീവിച്ചിരിക്കെ, അല്ലെങ്കിൽ അവരുടെ മഖാമുകൾ ഉണ്ടായിരിക്കെ നമ്മെ അല്ലാഹു ശിക്ഷകൾ കൊണ്ട് പിടികൂടുമോ നബിയേ? അല്ലാത്തൊരു ചോദ്യമാണ്. ചില ആളുകൾ ധരിക്കുന്ന അങ്ങനെയാണ്, ഇവിടെ എല്ലാവരും നിസ്കാരം ഉള്ളവരാണ്, ഇവിടെ ഞങ്ങൾക്ക് ഔലിയുണ്ട്, ഇവിടെ ഞങ്ങൾക്ക് ശേഖുണ്ട്, അതുകൊണ്ട് ഇവിടെ ഒന്നും ശിഷ്യൊന്നും വരില്ല, അതൊക്കെ അതുവഴി അങ്ങനെ അങ്ങ് പോകുന്നതാണ് എല്ലാവരുടെയും ധാരണ. അത് ഉണ്ടാകാതിരിക്കാനാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഹദീസ്. സാലിഹീങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കെ അല്ലാഹു നമ്മളെ ദുരിതങ്ങൾ കൊണ്ടും ദുഃഖങ്ങൾ കൊണ്ടും പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടും നമ്മെ പരീക്ഷിക്കുമോ നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ബലാ നഅം ഇദാ കസുറൽ ഖബസു. ഖബസ് അധികരിച്ചാൽ സൈനബേ, ആ നാട്ടിൽ എത്ര സ്വാലിഹീങ്ങൾ ഉണ്ടായിരുന്നാലും സദ്വർത്തരുണ്ടായിരുന്നാലും അല്ലാഹുവിന്റെ ശിക്ഷ പിടികൂടാതിരിക്കുകയില്ല. ഉടനെ സ്വഹാബത്ത് ചോദിക്കുകയാണ്, വൽ ഖബസു യാ റസൂലല്ലാഹ്, ഖബസ് എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? ഉടനെ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ വിശദീകരിക്കുകയാ, കുല്ലു മഅസിയ
ഉസിയല്ലാഹു ബിഹാ ഫിൽ ബഹരി ഔ ഫിൽ ബർരി ഔ ഫിൽ ലൈലി ഔ ഫിൻ നഹാർ. കടലിലും കായലിലും ഹൗസ് ബോട്ടിലും ആരാമത്തിലും ഹോട്ടലിലും റിസോർട്ടിലും മോട്ടലിലും രാത്രിയും പകലിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലുമെല്ലാം അനാശാസ്യ അശ്ലീല പ്രവർത്തികൾ അധികമായി കഴിഞ്ഞാൽ ആ നാട്ടിൽ എത്രത്തോളം സാലിഹീങ്ങൾ ജീവിച്ചിരുന്നാലും ഭൂകമ്പം കൊണ്ടും അഗ്നിപർവ്വതത്തെ പൊട്ടിച്ചുകൊണ്ടും ഉരുൾപൊട്ടൽ കൊണ്ടും വെള്ളപ്പൊക്കം കൊണ്ടും അല്ലാഹു ആ നാടിനെ പരീക്ഷിക്കാതിരിക്കുകയില്ല. സൈനബ എന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ ഇന്തോനേഷ്യയിലെ കണ്ടതല്ലേ? ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സമൂഹം എവിടെയാണ്? രാജ്യം എവിടെയാ? അത് ഇന്തോനേഷ്യയാണ്. ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ ഹജ്ജിന് വേണ്ടി വരുന്നത് ഇന്തോനേഷ്യയിൽ നിന്നാ. ഈ അടുത്ത സമയത്ത് പോലും ആയിരങ്ങളാണ് മരണപ്പെട്ടത്. 2004 സുനാമി അടച്ച് ആയിരങ്ങൾ തകർന്നില്ലേ? കോടിക്കണക്കിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചില്ലേ? ഇതിന്റെ എല്ലാം ഉറവിടം കടൽ തീരത്ത് വിനോദസഞ്ചാര മേഖലകളിൽ നിന്നാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ സംഭവിച്ചതും അതേപോലെ വിനോദവും ആഭാസവും അശ്ലീലങ്ങളും നടക്കുന്ന സമയത്താ ആ കടലിനെ കൊണ്ടുപോലും അല്ലാഹു സുനാമി അടുപ്പിച്ചത്. അതും പടച്ച റബ്ബിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ് കൂടെ കേൾക്കണേ. ഒരു 10 കിലോമീറ്റർ, ഒരു 20 കിലോമീറ്റർ നിങ്ങൾ സഞ്ചരിച്ചാൽ കടലിന്റെ തിരമാലകൾ നിങ്ങൾക്ക് കാണാമെങ്കിൽ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ലൈസ മിൻ ലൈലത്തിൻ ഇല്ലാ വൽ ബഹ്റു യുശ്രിഫു ഫീഹാ ثلاث مرات يستأذن الله أن ينتظر عليهم فيحفهم بمنه وكرمه كما قال رسول الله صلى الله عليه وسلم. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുക, എല്ലാ രാത്രിയും ഈ കാണുന്ന കടലിന്റെ തിരമാലകളുണ്ടല്ലോ 3 പ്രാവശ്യം അല്ലാഹുവിനോട് ചോദിക്കും അത്രേ. ലൈസ മിൻ ലൈല, ഒരു രാത്രി പോലും ഇല്ല, ഇല്ലാ വൽ ബഹ്റു യുശ്രിഫു ഫീഹാ 3 മററാത്ത്. അല്ലാഹുവിനോട് പടച്ച തമ്പുരാനോട് പടച്ചവനെ ഈ കടലിന്റെ ഓരത്ത് താമസിക്കുന്നവരെ പെടുത്തിക്കൊണ്ട് അശ്ലീലതകൾക്ക് കോപ്പുകൂട്ടുകയാണ് അല്ലാഹ്. അവരെ ഞാനൊന്ന് പിടിക്കട്ടെയോ തകർക്കട്ടെയോ അല്ലാഹ്. 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം ഈ കാണുന്ന കടലിന്റെ തിരമാലകൾ എല്ലാ രാത്രിയും പടച്ചവനോട് ചോദിക്കുമെന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ പടച്ചവന്റെ മറുപടി, അരുതേ, എന്റെ ദാസനെയും എന്റെ ദാസിമാരെയും തൊട്ടുപോകരുതേ കടലേ. ഫയഹുഫഹുമുല്ലാഹു ബിമന്നിഹി വകറമിഹി. അല്ലാഹുവിന്റെ ഔദാര്യവും അവന്റെ കരുണയും കൊണ്ട് കടലിനോട് പറയും, തൊട്ടുപോകരുത്. സ്റ്റേജും ഒക്കെ ഉണ്ടാവും ഇവിടെ. നിങ്ങൾ വിചാരിക്കും കൊട്ടുകാട് വരെ ഒരു 10-15 കിലോമീറ്ററേ ഉള്ളൂ. കിലോമീറ്റർ ആണ് കടലിന്? 20 അല്ലെ 30 അല്ലെ 40 50. കടലിന് 50 100 കിലോമീറ്റർ അടിച്ചിലൊക്കെ. 6 ഉള്ളൂ, 5 ഉള്ളു. കുറഞ്ഞു വരുവാണ്. അല്ലാഹ് കാത്തുരക്ഷിക്കണം. ദുആ കൂടുതൽ ചെയ്യണം. ഇവിടുന്നൊക്കെ അടിച്ച് പത്തനാപുരത്തോട്ട് വരുമ്പോൾ ഞങ്ങൾ അവിടുന്ന് വണ്ടി വിടും. അങ്ങനൊക്കെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വരട്ടെ. അള്ളാഹ്ക്ക് ഇതിപ്പോ വല്ലതും ഉണ്ടോ? അതാണ് 6 കിലോമീറ്റർ 5 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ കടലിന്റെ അടുത്ത് കിടക്കുന്നവരൊക്കെ എപ്പോഴും രാത്രി തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്തിട്ടേ കിടക്കാവൂ രാത്രി. മനസ്സിലായില്ലേ? എപ്പോഴും ലാസ്റ്റ് സീൻ എത്ര? 12:31, 1:21, 2:41. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് കിടക്കുക. ഒരു ഇസ്തിഗ്ഫാർ പോലും ചെയ്യൂല ചെറുപ്പക്കാർ മൊത്തവും. ചെറുപ്പക്കാരുള്ള ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ആണോ ബാഡ് നൈറ്റ് ആണോ എന്നുള്ളത് നേരം വിളിക്കുമ്പോൾ പറയാം. കാരണം എന്താ? എവിടാ പോയി കിടക്കുന്ന അറിയാം. ഒരു ഹദീസ് കേട്ടോ, രാത്രി ഗുഡ് നൈറ്റ് അടിച്ച് കിടക്കുന്നവർ രാവിലെ അവന്റെ അവസ്ഥ എന്താണെന്നുള്ളതിന്റെ ഹദീസ് കേട്ടോ. FBയും VPയും എല്ലാ കോപ്പും ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് രാത്രി കിടന്ന് ഉറങ്ങിട്ട് ഒരു ഇസ്തിഗ്ഫാർ പോലും അല്ലാഹുവോട് പടച്ച എന്തൊക്കെ തോന്നിയാസാണ് അങ്ങോട്ട് ഇല്ലേ? സംഭവമില്ല. കോപ്പം പറഞ്ഞ പേടിയുണ്ട്.
അതൊരു ആയുധം എന്നാണ് എൻ്റെ അർത്ഥം. ടെലസ്കോപ്പ് ഇല്ലേ, എല്ലാം കോപ്പ് എന്നല്ല ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പറയുന്നത്. അല്ല, എൻഡോസ്കോപ്പ്, മൈക്രോസ്കോപ്പ് എല്ലാം കോപ്പ് എന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ അതൊരു ആയുധത്തിൻ്റെ ഒരു ഉപകരണം, അതേ ഉള്ളൂ. അതിൻ്റെ പേര് അങ്ങനെ തന്നെയാണ്. അത് നമ്മൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. കളിക്കോപ്പ് എന്നൊക്കെ പറയുന്നു, പാട്ടൊക്കെ പാടുമ്പോൾ കളിക്കോപ്പുകൾ എന്നൊക്കെ പറയുന്നത് തന്നെയാണ്. അത് പിന്നൊക്കെ നമ്മൾ സംസാരിച്ച് പിന്നെ അങ്ങനെ ആയിപ്പോയി. പിന്നെ ഈ കാണുന്നതൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ഇതല്ലാതെ വേറെ എന്ത് പറയാനാ? എത്രയായിട്ടും ഇത് ചെയ്യും. ഇതുകൊണ്ടായി ലൈവ് ഒന്നും കൊടുക്കരുതെന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ഇച്ചിരി പച്ചക്കൊക്കെ വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഈ ലൈവ് ഈ പറഞ്ഞ സാധനം ഒന്നും ഉണ്ടാവാൻ പാടില്ല. എന്നാലേ നമുക്ക് റാഹത്തായിട്ട് എന്നാലും കാര്യം പറയാൻ പറ്റുള്ളൂ അല്ലേ? അത് തന്നെ സംഭവം. ആയിരിക്കട്ടെ. ഒരു അതീത് കേട്ടോ. രാത്രി കളിച്ചും ചിരിച്ചും കിടന്നുറങ്ങുന്നവൻ നേരം വിളിക്കുമ്പോൾ കടലിൽ പോയി കിടക്കുന്ന രംഗം അള്ളാഹ് കാത്തിരക്ഷിക്കട്ടെ. എല്ലാം പറഞ്ഞ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരം വെളുക്കുമ്പോ അവരുടെ കോലം തന്നെ മരിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ രാത്രി തങ്ങൾ പറഞ്ഞ വാക്കാണ്. ശരിയല്ലേ? നമ്മൾ രാത്രി 12 മണി, നിങ്ങൾ ഹൈവേയിലൂടെ പോയി നോക്ക്, 12 മണി 1 മണിക്കൊക്കെ അൽഫാമിന്റെ കാലും കടിച്ചുകൊണ്ടിരിക്കുന്ന കാണാം. അൽഫാമിന്റെ കാല് ഒരുത്ത ഇങ്ങോട്ട് പിടിക്കുന്നു, അവരിങ്ങോട്ട് പിടിക്കുന്നു അല്ലേ? നാറിലെ കോഴി, നൂറിലെ കോഴി, ചൊവ്വായ കോഴി, പാവം കൊച്ചു കുഞ്ഞ് പ്രസവിച്ച് കിടക്കുന്ന പോലെ അങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു വിഷമം വരും. അല്ലാ, കഷ്ടം. അതിനെ പൊക്കി എടുത്തോണ്ട് വന്ന് അളിയ പിടിയളിയ, ഒരു കാലം അങ്ങോട്ട് ഒരു കാലം ഇങ്ങോട്ട്. സമയം നോക്കുമ്പോൾ 1:42. എടാ, ഈ 12 മണിക്ക് ഇവന്മാര് തിന്നുന്ന കണ്ടില്ലേ? രാത്രിയാ മൊത്തം കട, നൈറ്റ് കടകളല്ല കൂടുതലും. ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞ വാക്കാണ്. രാത്രി ഇതൊക്കെ തിന്നിട്ടല്ലേ പോയി കിടക്കുന്നത്. കഞ്ചാവ് ഇഷ്ടം പോലെ കിട്ടും, തട്ടുകടയുടെ കൂട്ടത്തിൽ ഇതും കിട്ടും സാധനം. ആംബ്ലേറ്റ് അടിച്ചു വിട്ടിട്ട് ഈ സാധനം പൊടിച്ചിട്ട് കൊടുക്കുകയാണ്. നല്ല റാഹത്താണ്. അപ്പൊ നല്ല ഉറങ്ങാൻ പറ്റുമെന്ന്. നമ്മൾ കുരുമുളകാന്ന് വിചാരിച്ച് മുസ്ലിയാർ അങ്ങനെ മേടിച്ചടിച്ച സുബഹി 9 റക്കാത്തായിരിക്കും രാത്രി. അതുകൊണ്ട് തട്ടുകടയിൽ പോയിട്ട് ബുൾസെ അടിക്കാൻ നിൽക്കണ്ട. ഏറ്റവും നല്ല കാര്യം അതാണ്. ചുരുട്ടിട്ട് കൊടുക്കാണ് സാധനം. ഇങ്ങനെ ഒന്നും മനസ്സിലാവുന്നില്ല സംഭവം എന്താണെന്നൊന്നും, ഒന്നും അറിയില്ല. തിന്നാനും കുടിക്കാനും പറ്റാത്ത കാലഘട്ടമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാലങ്ങൾ അങ്ങനെയായി പോയി ഹബീബേ. ഇതൊക്കെ നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. നമ്മൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രാത്രി എന്റെ ഉമ്മത്ത്, അതാണ് നബി തങ്ങൾ പ്രത്യേകം പറഞ്ഞു, യബീതു ഖൗമൻ മിൻ ഹാദിഹിൽ ഉമ്മ, എന്റെ ഉമ്മത്ത്, ഈ സമുദായം രാത്രി ഉറങ്ങുന്നത് അലാ തുഅമിൻ വശുർബിൻ, തിന്നും കുടിച്ചിട്ടുമാണ്, വലഹുബിൻ വലഅബിൻ, കളിച്ചും ചിരിച്ചിട്ടുമാണ്. വാട്സാപ്പിൽ കളിയല്ലേ രാത്രി ഉറങ്ങുമ്പോൾ? അതല്ലേ അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യാന്ന് പറഞ്ഞിട്ട് രാത്രി ഉറങ്ങും. രാവിലെ എഴുന്നേൽക്കുമ്പം അൽഹംദുലില്ലാഹി അഹ്യാന ബഅദ മാ അമാതന വഇലൈഹി നുശൂർ എന്ന് പറഞ്ഞ് എഴുതാം. ഇപ്പൊ ശരി നേരം വെളുത്തോണ്ട് എഴുന്നേറ്റ് കുത്തി നോക്കും വല്ലവണ്ണം വിട്ടോന്ന്, വല്ല സാധനം വിട്ടിട്ടുണ്ടോന്ന്. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് സാധനം എടുത്ത് ആദ്യം വരച്ചു നോക്കുന്നതല്ലേ. ദിക്റുകളുണ്ടോ? അല്ലാഹയെ ഓർക്കാറുണ്ടോ? ഉറങ്ങാൻ കിടക്കുമ്പോഴേ തന്നെ, എഴുന്നേൽക്കുമ്പോഴേ തന്നെ. തലങ്ങണിക്ക് വരെ ഇതെടുത്ത് ഇങ്ങനെ സൈഡിൽ വെച്ചിരിക്കുകയാണ്. കളിയിലും ചിരിയിലും രസത്തിലും അനുഭൂതിയിലുമാണ് എന്റെ ഉമ്മത്ത് രാത്രി ഉറങ്ങുന്നത്. പന്നിയുടെയും കുരങ്ങന്റെ വിശദാംശങ്ങൾ പറഞ്ഞെങ്കിലും എന്റെ ഉമ്മത്തികളെ കോലം മറിക്കലും സംസാരിച്ചവരാണ്, പരസ്പരം ചാറ്റ് ചെയ്തവരാണ്. നേരം വെളുക്കുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകൾ കടയുടെ സൈഡിൽ നിന്നിട്ട് പറയുന്നു, ജനങ്ങൾ നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ് പറയുകയാ, അളിയാറിഞ്ഞോ, ഇന്നാരുടെ വീടോടുകൂടി ഭൂമി കൊണ്ടുപോയി, ഇന്നാരുടെ മകനെ വെള്ളം കൊണ്ടുപോയി, ഇന്നാരുടെ മകന്റെ വീട് ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി എന്ന് ജനങ്ങൾ പറയുന്ന അവസ്ഥയിൽ ഈ സമൂഹം രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് കളിയിലും ചിരിയിലുമായിരിക്കുമെന്ന് നബിയുനാ. അടിമാലിയിൽ 12 മണിക്ക് പരസ്പരം സലാം പറഞ്ഞു ഉറങ്ങിയവരാണ്, പരസ്പരം ഷെയ്ഖാന്റെ കൊടുത്തുറങ്ങിയവരാണ്.
പരസ്പരം ഫോണിലൂടെ ചെയ്യവരാ. 3 കാലിന് ഉരുൾ പൊട്ടിയത് അവരെ അറിയുന്നില്ല, ആ നാട്ടുകാരെ അറിയുന്നില്ല. നേരം വെളുക്കുമ്പോ ആ ഗ്രാമവീതിയിൽ ചവരെ കാണുന്നത് അത്ഭുതം കാഴ്ചയാണ്, അത്ഭുത കാഴ്ചയാ. അങ്ങനെ ഒരു വീട് അവിടെ ഇല്ല. ഖുർആനെ കഅല്ലം തഗ്നബിൽ അംസി. ഇന്നലെ ഒരു വീട് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ ഒരു വീട് ഇവിടെ ഇല്ലാത്ത മാതിരി അല്ലാഹു ആ ഭൂമിയെ നിരപ്പാക്കി കളഞ്ഞു.